ഹലോ, ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഘടനയും പ്രവർത്തന തത്വവും എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ കഴിയുന്നതോടെ ന്യൂമാറ്റിക് സിലിണ്ടർ ഭാഗങ്ങളെ തിരിച്ചറിയുവാനും ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഘടനയും പ്രവർത്തന തത്വങ്ങളെയും കുറിച്ച് വിശദമായി അറിയുവാനും നിങ്ങൾക്ക് കഴിയും. ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഭാഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതിനെ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്നും പറയും. കംപ്രസ്ഡ് എയറിന്റെ പ്രഷർ എനർജിയെ ഇത് മെക്കാനിക്കൽ എനർജിയായി പരിവർത്തനം ചെയ്യുന്നു. ഇതിന്റെ ചില പ്രധാന ഭാഗങ്ങളാണ് പിസ്റ്റൺ, പിസ്റ്റൺ റോഡ്, സീൽ, പോർട്ട്, സിലിണ്ടർ, സിലിണ്ടർ ഹെഡ് എന്നിവ. ഇനി നമുക്ക് സിംഗിൾ അതുപോലെ ഡബിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ നിർമ്മാണത്തെ ഒന്ന് വീക്ഷിക്കാം. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന ആക്ച്വേറ്റർ ഒരു നേർരേഖയിൽ ചലിക്കുന്നു. ഇതിന് ഒരു ദിശയിൽ മാത്രമേ ന്യൂമാറ്റിക് ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയൂ എന്നതിനാൽ അതിനെ സിംഗിൾ ആക്ടിംഗ് എന്ന് പറയുന്നു. വിപരീത ദിശയിലേക്ക് ചലനം സംഭവിക്കുന്നത് സ്പ്രിംഗ് അല്ലെങ്കിൽ ലോഡിന്റെ സ്വന്തം ഭാരം പോലുള്ള ബാഹ്യ ഫോഴ്സ് കൊണ്ടാണ്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ സിലിണ്ടർ, പിസ്റ്റൺ, പിസ്റ്റൺ റോഡ്, സീൽ, സ്പ്രിംഗ്, ഇൻലെറ്റ് പോർട്ട് എന്നിവയാണ്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന ആക്ച്വേറ്റർ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ഭാരത്തെ തള്ളുകയും വലിക്കുകയും ചെയ്യുന്നു. ഇതിന് എയർ സപ്ലൈക്കായി 2 പോർട്ടുകളുണ്ട്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ സിലിണ്ടർ, പിസ്റ്റൺ, പിസ്റ്റൺ റോഡ്, പിസ്റ്റൺ സീൽ, റോഡ് സീൽ, പിസ്റ്റൺ എൻഡ്, റോഡ് എൻഡ്, ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട് എന്നിവയാണ്. പാർട്സും നിർമ്മാണവും പരിചിതമായ ശേഷം നമുക്ക് സിംഗിൾ അതുപോലെ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വത്തെ നമുക്കൊന്ന് നോക്കാം. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം. തുടക്കത്തിൽ സ്പ്രിംഗ് ഫോഴ്സ് മൂലം സിലിണ്ടറിലെ ഏറ്റവും അകത്തെ നിലയിലാണ് പിസ്റ്റൺ ഉണ്ടായിരിക്കുക. ഇൻലെറ്റ് പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുമ്പോൾ പിസ്റ്റണിന്റെ ക്രോസ് സെഷനിൽ പ്രഷർ പ്രവർത്തിക്കുന്നു. പ്രഷർ അതുപോലെ പിസ്റ്റൺ ക്രോസ് സെഷൻ ഏരിയയുടെ ഉൽപ്പന്നമായി ഉയരുന്ന ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. സ്പ്രിംഗ് ഫോഴ്സിനേക്കാൾ അധികമാണ് ന്യൂമാറ്റിക് ഫോഴ്സ് എങ്കിൽ സ്പ്രിംഗ് കംപ്രസ് ചെയ്യപ്പെടുകയും പിസ്റ്റൺ ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. പിസ്റ്റണിൽ എവിടെയുമുള്ള എയർ ലീക്കിനെ സീൽ തടയുന്നു. എയർ തുടർച്ചയായി പ്രവഹിക്കുന്നത് കാരണം പിസ്റ്റൺ തുടർച്ചയായി ചലിക്കുന്നു. പിസ്റ്റൺ റോഡ് വഴി പിസ്റ്റണിലേക്ക് ലോഡ് ഘടിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പിസ്റ്റണൊപ്പം ലോഡും ചലിക്കുന്നു. പിസ്റ്റൺ മറ്റേ തലയ്ക്കൽ എത്തുന്നതുവരെ പിസ്റ്റണും ലോഡും നീങ്ങുന്നു. അവസാനം ഇനി പിസ്റ്റൺ ചലിക്കാൻ സ്ഥലമില്ലാതാകുമ്പോൾ പിസ്റ്റണും ലോഡും ചലിക്കുന്നത് നിന്നു പോകുന്നു. ഈ പിസ്റ്റൺ ചലനത്തെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഫോർവേഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് സിലിണ്ടറിൽ നിന്ന് വെളിയിൽ വരുന്നു.
പിസ്റ്റണിന്മേൽ പ്രവർത്തിക്കുന്ന പ്രഷർ തുറന്നുവിട്ടാൽ സ്പ്രിങ്ങിന് വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന ന്യൂമാറ്റിക് ഫോഴ്സ് ദുർബലമായി തീരും. അതിനാൽ സ്പ്രിംഗ് പിസ്റ്റണെ പുറകോട്ട് തള്ളുന്നു. ഇതിനെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നു. ഈ റിട്ടേൺ സ്ട്രോക്കിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പോകുന്നു. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം. പോർട്ട് എയിലൂടെ എയർ എത്തുമ്പോൾ പിസ്റ്റണിന്മേൽ ഫോഴ്സ് ചെലുത്തപ്പെടുന്നു. അങ്ങനെ അത് മുന്നോട്ട് നീങ്ങുന്നു. ഇതിനെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഫോർവേഡ് സ്ട്രോക്ക് സമയത്ത് റോഡ് സൈഡിൽ അപ്പോൾ ഉള്ള എയർ പോർട്ട് ബിയിലൂടെ പുറത്തു പോകുന്നു. നാം ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഘടനയും പ്രവർത്തന തത്വവും എന്ന ഈ സെഷന്റെ സമാപനത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂമാറ്റിക് സിലിണ്ടർ ഭാഗങ്ങളെ തിരിച്ചറിയുവാനും ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ഘടനയും പ്രവർത്തന തത്വങ്ങളെയും കുറിച്ച് വിശദമായി അറിയുവാനും കഴിയേണ്ടതാണ്.